സക്കാത്ത് ഒരാള് സക്കാത്ത് കൊടുക്കേണ്ട ഒരു വ്യക്തി സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചോളി. സത്യത്തിൽ അയാളുടെ സമ്പത്ത് നിഷിദ്ധമാണ്, ഹറാമാണ് പിന്നെ അയാൾ തിന്നണത്. സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവൻ ഹറാമാണ് ഭക്ഷിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഉള്ള ആളുകളിൽ സക്കാത്ത് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരും കൃഷിക്കാരും പണക്കാരും ഗൾഫുകാരും എല്ലാം അത് കണക്കാക്കി കൊടുക്കുന്നുണ്ട് എന്ന്, ഡയറി വെച്ച് കാൽക്കുലേറ്റർ വെച്ച് കണക്കാക്കി കൊടുക്കുന്നുണ്ട് എന്ന്? 590 ഗ്രാം വെള്ളിയുടെ തൂക്കം, അതാണല്ലോ നിസാബ്, നാണയത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, ഒരു 30,000 പോട്ടെ, ഒരു 40,000 കൂട്ടിക്കൊളി. ഒരു വർഷത്തിൽ 40,000 രൂപ മെച്ചം വെക്കാൻ കഴിയുന്ന ഒരാൾ, സമ്പാദ്യമായിട്ടുള്ള ഒരാൾ, അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. എത്ര ചെറിയ പൈസ സക്കാത്തുള്ളൂ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ 1,00,000 രൂപ ഉണ്ടെങ്കിൽ 2,500 റുപ്യ കൊടുക്കേണ്ടതുള്ളൂ. 1,00,000 രൂപ ഉണ്ടെങ്കിൽ അപ്പൊ 10 ലക്ഷം രൂപ ഉള്ളവൻ ആകെ കൊടുക്കേണ്ടതിന് 25,000 രൂപ. 10 ലക്ഷം കയ്യിലുള്ളവൻ 25,000 റുപ്യ കൊടുത്താൽ മതി, അത്രേ സക്കാത്തുള്ളൂ. പക്ഷേ ആരാണിത് കൊടുക്കുന്നത്? ആഭരണം 10.5 പവന് മുകളിൽ ഉണ്ടെങ്കിൽ അത് മുഴുവണ്ണത്തിനും സക്കാത്ത് കൊടുക്കണം. 2.5%. നിങ്ങൾ ആലോചിക്കുക, 10 പവൻ എന്ന് പറയുമ്പോൾ 50,000 രൂപ ഇന്നൊരു പവനിന് വിലയുണ്ട്. 50,000ത്തിന്റെ അധികം കടന്നു. അപ്പൊ 10 പവനുണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം 5 ലക്ഷം രൂപ വന്നു. ആ 10.5 പവനാകുമ്പോൾ ഒരു 5-6 ലക്ഷത്തിന്റെ സ്വർണം നമ്മുടേതായി കിടക്കുകയാണ്. എപ്പോ കൊണ്ടേ കൊടുത്താലും 6 ലക്ഷം റുപ്യ നമുക്ക് കിട്ടും. അങ്ങനത്തെ പൈസ നമ്മളെടുത്ത് കിടക്കണത്. അതിന്റെ 2.5% കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ 5 ലക്ഷം ഉണ്ടെങ്കിൽ 2,500 വെച്ച് കൊടുക്കുമ്പോൾ ഏകദേശം 10,000 രൂപ വർഷത്തിൽ സക്കാത്ത് കൊടുക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ രൂപത്തിൽ മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും വീട്ടിൽ ആഭരണങ്ങളുള്ള സ്ത്രീകളും ഗൾഫിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരൊക്കെ അവർ 2.5% കൊടുക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, അത്ഭുതം സംഭവിക്കും. ഞാൻ ഒരു അത്ഭുതം സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല. നമ്മുടെ പള്ളിയിലോ പരിസരത്തോ ഒരാൾ വന്ന് എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ സഹായിക്കാൻ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇപ്പൊ ഞാനൊക്കെ നിൽക്കുന്ന നമ്മുടെ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹല്ല് എന്ന് പറയാൻ വീടുകളില്ല. വളരെ ഒറ്റപ്പെട്ട് ടൗണിലുള്ള ആളുകളൊക്കെ പാടെ പള്ളിക്ക് ജുമാക്ക് വരുന്നല്ലാതെ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായി കാണുന്ന 500 വീട് 600 വീട് 400 വീട് ഇങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ആ സ്ഥലത്ത് ഏകദേശം എന്ത് എന്ന് വിചാരിച്ചാൽ എൻ്റെ ഒരു ഓർമ്മ പ്രകാരം ഏകദേശം 30 ലക്ഷം രൂപയോളം ആളുകൾ പള്ളിയിൽ കൊണ്ടുവന്ന് റെസിപ്റ്റ് വാങ്ങും സക്കാത്തിന്റെ. ആരോടും സക്കാത്തിന്റെ പൈസ ഉണ്ടോ, നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിക്കണ പ്രശ്നമില്ല. ആരാണ് കൊടുത്തതെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. ഏകദേശം 27-28 ലക്ഷം 30 ലക്ഷത്തിന്റെ രൂപ ഒരു വർഷത്തിൽ സക്കാത്തായിട്ട് വരും. ഇനി എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 90,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷത്തോളം രൂപ മാസത്തിൽ പെൻഷനായി പോകും. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ, അതേപോലെ തന്നെ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള വിധവകൾ, അനാഥകൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ 500 രൂപ 1000 രൂപയൊക്കെ വെച്ച് മാസം മാസം അവിടെ നിന്നൊരു പെൻഷൻ പോലെ കൊടുക്കും. അപ്പൊ ഏകദേശം 1 ലക്ഷം രൂപ പെൻഷനായി ഒരു മാസത്തിൽ വിതരണം ചെയ്യപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, അതല്ലാത്ത പിന്നെ മരുന്നിന് വേണ്ടി, ചികിത്സക്ക് വേണ്ടി, അതേപോലെ തന്നെ വീടിന് വേണ്ടിയൊക്കെ കൊടുക്കുന്നത്. ഏതു നാട്ടിലും സക്കാത്ത് എല്ലാവരും പൂർണ്ണമായി കൊടുക്കുകയാണെങ്കിൽ ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിച്ചു പോകുമെന്നാണ്. അതാണ് വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. അല്ലാഹ് പറയാണ്, നിങ്ങളുടെ സമ്പത്തിൽ ഒരു നിശ്ചിത അവകാശമുണ്ട്, ചോദിച്ചു വരുന്നവനും ദരിദ്രനുമെന്നാണ്. ഇപ്പൊ പട്ടിണി കിടക്കുന്ന ഒരുത്തൻ അവന് കിട്ടാവുന്ന സ്വത്ത് അർഹമായി കൊടുക്കാത്തത് കൊണ്ടാണ്. എന്നിട്ട് ആ ഹറാമ് തിന്നാണ് നമ്മൾ. ഈ 2,500 റുപ്യ കൊടുക്കാതെ ബാക്കിയുള്ള ഈ 97,500 രൂപയും ഹറാമാണ്. തിന്നാൽ നമ്മുടെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കൂല സുഹൃത്തുക്കളെ. അത് ഇനി അതിൻ്റെ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഇനി കൊടുക്കാത്ത സക്കാത്ത്. ഇപ്പൊ നിങ്ങൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാനിപ്പോ എനിക്ക് ഈ നിസ്കാരത്തെ കുറിച്ചൊന്നും അത്ര വലിയൊരു ബോധം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇതുവരെ കുറെ കാലമായിട്ട് നിസ്കരിക്കലില്ല, ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞാൻ നിസ്കാരം തുടങ്ങി 5 വക്ത് ശരിക്കും നിസ്കരിക്കും. അപ്പൊ ഇപ്പൊ എനിക്ക് 10-40 വയസ്സായി, ഇതിന് മുമ്പൊക്കെ ഉള്ള നിസ്കാരം എന്താ കാട്ടുക ചോദിച്ചാൽ നമ്മളെന്താ മറുപടി പറയും? ഇസ്തിഗ്ഫാർ നടത്ത്. കാരണം പിന്നെ 2020 സുബഹി നിസ്കരിക്കാൻ ഇനി വകുപ്പില്ല.
2020 ലോറ് നിസ്കരിക്കാൻ ഇനി വകുപ്പില്ല. ഇനി ഇവിടുന്നുണ്ട് നിസ്കരിക്കുക. ഇതുവരെ നിസ്കരിക്കാത്തത് ഗുരുതരമായ തെറ്റാണ്, കാഫിറാകുന്ന പാപമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ നിസ്കാരം ഉപേക്ഷിച്ചതിന് നീ അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. പരമാവധി സുജൂദുകൾ സുന്നത്തുകളായി നീ വർദ്ധിപ്പിക്കുക എന്നാണ്. അതല്ലാതെ വേറെ പരിഹാരമല്ലല്ലോ അതിന്. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഇനി നോമ്പാണെങ്കിലോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർമ്മയുള്ളതൊക്കെ നോറ്റ് വീട്ടാൻ പറ്റും. സക്കാത്തിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയങ്ങള്, നമ്മൾ മരിക്കുന്ന സമയത്ത് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹക്കായ സക്കാത്ത് എടുത്തതിന് ശേഷമേ അവന്റെ സ്വത്തും അനന്തരാവകാശികൾക്ക് വിഹിതം ചെയ്യാൻ പോലും പാടുള്ളൂ. അത്ര ഗൗരവമുള്ളതാണ് സക്കാത്ത്. വല്ലതേന യക്നിസൂന ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്നവർ, തുമ്മലായും പിന്നെ അത് ചെലവഴിക്കാത്ത ആളുകൾ, അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അവരോട് പറയും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരലോകത്ത് ശിക്ഷ കിട്ടാൻ സൂക്ഷിച്ചു വെച്ചതാണിത് എന്നാണ്. അതുകൊണ്ട് അനുഭവിച്ചോ എന്ന് പറയും. ഏത് ശമ്പളക്കാരനാ സുഹൃത്തുക്കളെ സക്കാത്ത് കൊടുക്കാനില്ലാതിരിക്കാം? ഏത് ഉദ്യോഗസ്ഥനാ സക്കാത്ത് കൊടുക്കാനില്ലാതിരിക്കാം? ശമ്പളത്തിന്റെ പകുതി ചെലവായി കൂട്ടിയാൽ പോലും ഒരു 40,000 റുപ്യ ഉണ്ടെങ്കിൽ 20,000 റുപ്യ ചെലവാക്കി കൂട്ടിയാൽ 20,000 റുപ്യ അവന് മെച്ചുണ്ടാവൂലേ? 12 × 20 എത്ര ഉണ്ടാകും? ഏകദേശം 2,40,000 രൂപയില്ലേ? 5,000 6,000 രൂപ എല്ലാ വർഷവും അവൻ സക്കാത്ത് കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ ചില ആൾക്കാർ പറയും, നമ്മൾ കൊടുക്കണ സദക്ക, നമ്മൾ കൊടുക്കുന്ന എത്ര ദാനധർമ്മങ്ങൾ, അതൊന്നും ഉതിപ്പെടൂല സുഹൃത്തുക്കൾ. എത്രമാത്രം നേരങ്ങൾ. ഒരാളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സംശയം ചോദിച്ചു. എന്താണ്? ഞാൻ ഒരാൾക്ക് പൈസ കടം കൊടുത്തു, കുറെ കാലമായി അദ്ദേഹത്തോട് ചോദിക്കുന്നു. അപ്പത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇന്നെ കൊടുത്ത് തരാൻ കഴിയൂല, ഞാൻ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല. അപ്പൊ ഇയാൾക്ക് എന്ത് ചോദിച്ചാൽ, ഇയാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള ആളാണ്. അപ്പൊ എന്നൊരു കാര്യം ചെയ്യും, ഇവൻ തരാനുള്ള സംഖ്യ ഉണ്ടല്ലോ, അത്രയാണ് ഇപ്പൊ എനിക്ക് ഇക്കൊല്ലം സക്കാത്ത് കൊടുക്കാനുള്ളത്, എന്നാ ഞാനത് സക്കാത്തുക്കാണ് പെടുത്തിയാലോ? അത് സക്കാത്തുക്ക് പെടുത്താൻ പറ്റൂല. സക്കാത്തുക്ക് പെടുത്താൻ പറ്റില്ല. സക്കാത്ത് കൊടുക്കണ സമയത്ത് കടമായിട്ടാ കൊടുത്തത്. കൊടുക്കണ സമയത്ത് തന്നെ സക്കാത്താന്നുള്ള നിയ്യത്ത് വേണം. കൊടുക്കണ സമയത്ത് സക്കാത്താന്നുള്ള നിയ്യത്തുണ്ടെങ്കിലേ സക്കാത്താവുള്ളൂ. കടമായി കൊടുത്ത പണം ഇനി അയാൾ തിരിച്ചു തന്നിട്ട് പിന്നെ അയാൾക്ക് കൊടുക്കണം, അപ്പോഴേ പറ്റുള്ളൂ. അല്ലാതെ അത് സക്കാത്തുക്ക് കൂട്ടാൻ പറ്റൂല. ഇത്ര കണിശമായി പണ്ഡിതന്മാർ ഫത്വ പറയുമ്പോൾ സുഹൃത്തുക്കളെ, സക്കാത്ത് എന്ന നീയത്തോടുകൂടെ കണക്ക് കൂട്ടി കിഴിച്ച് ശതമാനം കണക്കാക്കി കൊടുത്തില്ലെങ്കിൽ തിന്നുന്നത് പോലും നിഷിദ്ധമായിരിക്കും. ഞാൻ ചോദിക്കണം, നമ്മൾ മാറിയിട്ടുണ്ട്, പക്ഷേ ഇത്രയൊരു കണിശത ഇസ്ലാമിലെ 5 കാര്യങ്ങളിലുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ കുറ്റപ്പെടുത്താൻ ചോദിക്കല്ല, ആത്മവിചാരണക്ക് മരിച്ചു പോണ്ടേ നമുക്കൊക്കെ? കുറെ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി പടച്ചവനോട്, കുറെ ചെയ്തിട്ടുണ്ട് പടച്ചു, കുറെ ചെയ്താ പോരാ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മരിച്ചു പോയാലേ അള്ളാഹു അവിടെ പ്രതിഫലം തരുള്ളൂ. വമൻ അറാദല്ലാഹിറ വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. വമൻ അറാദല്ലാഹിറ, ആര് പരലോകത്തെ ഉദ്ദേശിക്കുകയും വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആ പരലോകത്തേക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധം ഒരാൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവിടെ പ്രവർത്തനങ്ങൾ നന്ദിയോടുകൂടെ സ്വീകരിക്കപ്പെടും. പരലോകത്ത് അള്ള സ്വീകരിക്കണമെങ്കിൽ അള്ള പറഞ്ഞ മാതിരി ജീവിച്ച് മരിച്ചു പോയാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, നിസ്കാരമുണ്ട്, ഹജ്ജിനടക്കം പോയി 7 ലക്ഷം കെട്ടി ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നോമ്പ് 1 കളായ നോമ്പ് നോറ്റ് വീട്ടിയിട്ടുണ്ട്, സക്കാത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ആരെങ്കിലും ചോദിച്ചു വരുമോ വീട്ടിലേക്ക് നമ്മുടെ സക്കാത്തിന്റെ വിഹിതം? ആരും ചോദിച്ചു വരില്ല സുഹൃത്തുക്കളെ. ഖബറിലേക്ക് ഇറങ്ങി കടന്നാൽ കണക്ക് പറയേണ്ടതാണ് ഈ സ്വത്ത്. അപ്പോ ചിലതൊക്കെ നമ്മൾ ഇപ്പോഴും വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ പോകുന്നുണ്ട് എന്ന് പറയാനാണ്. എല്ലാ രംഗത്തും ഉണ്ട്. ഇസ്ലാം കാര്യങ്ങളുടെ രംഗത്തൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു സുഹൃത്തുക്കളെ. വിശ്വാസ രംഗത്തുണ്ട് ഞാൻ വെറുതെ പറയല്ല. ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് കുറെ എന്നോട് തർക്കിച്ചു. നമ്മുടെ ആദർശങ്ങളെ കുറിച്ചും ആശയങ്ങളെ കുറിച്ചും കുറെ അവർ തർക്കിച്ചു. അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും അവർ പറഞ്ഞതിനൊക്കെ കൗണ്ടർ പറഞ്ഞ് മറുപടി പറഞ്ഞ് തർക്കിച്ചു. അപ്പൊ അവസാനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഓരോ വിശ്വാസുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിഷമങ്ങളും ഒക്കെ ഉണ്ടായപ്പോ അവസാനം പിന്നെ ഉമ്മ എന്നെ വല്ലാതെ നിർബന്ധിച്ചപ്പോ ഞാൻ പോയി. എവിടെ പോയി? തങ്ങന്മാരത്ത് പോയി, മൂല്യമാരത്ത് പോയി. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദരി, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്തെങ്കിലും വല്ല അമലും ബാക്കിയുണ്ടോ?
എത്രയോ വർഷങ്ങളായി ഇതൊക്കെ കേട്ട് പഠിച്ചിട്ടും നിങ്ങൾക്ക് ഈ തൗഹീദിന്റെ അടിത്തറ മനസ്സിലാകാതെ പോയില്ലേ എന്നാണ് ഞാൻ വെറുതെ പല സുഹൃത്തുക്കളെ. അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ശേഷിക്കുന്നവരാണ് പല ആളുകൾ. മനസ്സിന്റെ ഉള്ളിൽ ആ ശിർക്കിന്റെ അംശങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഉണ്ടെങ്കിൽ ബാക്കി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ആർക്കും സംഭവിക്കൂലേ? ഉണ്ടല്ലോ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയണത്, നീ തന്നെ ശിർക്ക് ചെയ്താലും നിന്റെ അമലുകളൊക്കെ ബാത്തിലായി പോകുന്ന. മനസ്സിന്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ട്. വിപത്തുക്കളും ബുദ്ധിമുട്ടുകളും മേൽക്ക് മേലെ വരുമ്പോൾ എന്തോ സംഭവിച്ചു, ആരോ ചെയ്തു, എന്തോ പറ്റിയോ, എന്നിട്ട് അതിനെന്തെങ്കിലും ക്രിയകളും കാര്യങ്ങളും ചെയ്യുന്ന ഒരു മനസ്സ്. കുട്ടികൾക്ക് വലിയ രോഗങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, എന്തിന് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടാൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഒരു കറുത്ത വളയോ കറുത്ത കുപ്പായമോ ഇട്ട് കൊടുക്കാത്ത ആളുകൾ ആരുണ്ടായിരുന്നു? അത് എവിടുന്ന് കിട്ടിയതാ സുഹൃത്തുക്കളെ? എവിടെയെങ്കിലും ഉണ്ട്? നമ്മൾ പഠിച്ച ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ട്? കുട്ടിക്ക് പേരിടണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി അറുക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഉണ്ട് സുഹൃത്തുക്കളെ ഒരു കറുത്ത ചെരടിനെ കുറിച്ച്, കറുത്ത നൂലിനെ കുറിച്ച്, കറുത്ത വളനെ കുറിച്ച്? അരിയിലൊരു ചെരട് കടന്നോട്ടെ, അല്ലെങ്കിൽ ഒരു കറുത്ത വള കടന്നോട്ടെ, ഹോസ്പിറ്റലിലെ തൊറ്റു മുന്നിലെ കടയിൽ പോയിട്ട് ആദ്യം വാങ്ങിക്കൊണ്ടുവരുന്നത്, അള്ള തന്ന ആ കുട്ടിക്ക് ആദ്യം നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്താ അറിയും? കറുത്ത കുപ്പായം. എന്താ കറുത്ത കുപ്പായത്തിന്റെ പ്രത്യേകത? ചൊറുക്കാണോ? അല്ല, കാവൽ കിട്ടാൻ ആ കുട്ടി. അത് എവിടുന്ന് കിട്ടിയതാ സുഹൃത്തുക്കളെ? ഇസ്ലാം എന്ന് കിട്ടിയതാ? മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടിയതാ? സ്വഹാബത്ത് നിന്ന് കിട്ടിയതാ? അല്ല, അന്യ മതസ്ഥരിൽ നിന്ന് കിട്ടിയതാണ്. അതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ വിശ്വാസം എവിടെ? നമ്മുടെ തൗഹീദ് എവിടെ? നിസ്കാരം കഴിഞ്ഞ് പറയുന്ന വാക്കെവിടെ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത് വലാ മുഅ്തിയ ലിമാ മനഅത് വലാ റാദ്ദ ലിമാ ഖളൈത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത്, അല്ലാഹുവേ നീ തന്നതിനെ തടുക്കാൻ ഒരാളുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടുത്തതിനെ തരാനും ഒരാളുമില്ല. വലാ റാദ്ദ ലിമാ ഖളൈത, നിന്റെ വിധിയെ പ്രതിരോധിക്കാൻ നീ തീരുമാനിച്ചതിനെ തടുക്കാൻ ഒരാളുമില്ല. ഇതിനേക്കാളും വ്യക്തമായിട്ട് അള്ള പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനില്, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇയുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി. വഇയംസസ്കല്ലാഹു ബിദുർരിൻ, അല്ലാഹു നിനക്കൊരു ബുദ്ധിമുട്ടിനെ വരുത്താൻ വിചാരിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ ആ ബുദ്ധിമുട്ടിനെ നീക്കിത്തരാൻ ആരുമില്ല. വഇയുരിദ്ക ബിഖൈരിൻ, ഒരു നന്മ നിനക്ക് വരുത്തണമെന്ന് അവൻ തീരുമാനിച്ചാൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവന്റെ ഔദാര്യത്തെ തടുക്കുന്ന ഒരാളുമില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, തന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് ബാധിപ്പിക്കും. അല്ല തന്നത് തടുക്കാൻ ആരെ കൊണ്ടും പറ്റൂല. അല്ല തരാത്തത് വാങ്ങിത്തരാൻ ആർക്കും പറ്റൂല. സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കി, ഏറ്റവും അപകടം പിടിച്ചത് ഉമ്മാന്റെ വയറ്റിനുള്ളിൽ ആ വെള്ളത്തിൽ കിടക്കലല്ലേ? ആ 3 കവറിന്റെ ഉള്ളിൽ ആ വെള്ളത്തിൽ കിടക്കണതല്ലേ ഏറ്റവും വലിയ അപകടം? അത് 9 മാസം 10 ദിവസവും ആരാ നോക്കിയത്? പടച്ചോനല്ലേ. ഇനി പുറത്തേക്ക് കിട്ടി സുരക്ഷിതമായി കിട്ടിയ പിന്നെ കാവലിന് ഒരു കയറ് വേണോ? ഒരു കുപ്പായം വേണോ? ഒരു ചരട് വേണോ? വേണമെന്ന് മനസ്സ് പറയുന്നതെങ്കിൽ അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ടാ ശിർക്ക്, ഇപ്പോഴും കിടക്കുന്നുണ്ടാ അന്ധവിശ്വാസം. അപ്പൊ പിന്നെ എവിടെ സുഹൃത്തുക്കളെ മാറിയത്? എവിടെയാണ് മാറിയത്? നാം ഒരാത്മവിശകലനം ചെയ്യണം. ഞാനിത് വെറുതെ പറയല്ല. നമ്മളാരും തൗഹീദ് അങ്ങനെ പഠിച്ചിട്ടില്ല. തൗഹീദ് 7 നിബന്ധനകളോടെ പഠിക്കണം എന്നാ പറയുന്നത്. 7 നിബന്ധനകളോടെ പഠിക്കണം തൗഹീദ്. സംശയം ഉണ്ടാവാൻ പറ്റൂല തൗഹീദിൽ. ഒരു സംശയം, ഒരു ശക്ക് ഉണ്ടാവാൻ പറ്റൂല ആളുകൾക്ക്. ഇപ്പൊ തൗഹീദിന്റെ വിഷയവും വിവാദങ്ങളും വന്നപ്പോൾ ആളുകൾ സംശയത്തിലായി. മുജാഹിദുകൾ തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. മുജാഹിദ് പണ്ഡിതന്മാർ പരസ്പരം തൗഹീദിന്റെ കാര്യത്തിൽ വാദസംവാദങ്ങളിൽ ഏർപ്പെട്ടു. ഇതിന്റെ അർത്ഥം എന്താ? സംശയങ്ങൾ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് സംശയം ഉണ്ടാവുന്നത്? തൗഹീദ് നേരെ പഠിക്കാത്തത് കൊണ്ടാണ് സംശയം ഉണ്ടാവുന്നത്. സുഹൃത്തുക്കളെ, ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മളിൽ നിലനിൽക്കുന്നു എന്നത് നമ്മൾ ഇനിയും മാറേണ്ടതുണ്ട് എന്നതിന്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ. ഇത് വിശ്വാസ രംഗത്തുണ്ട്. ഇനി ഏത് രംഗം നോക്ക് നിങ്ങൾ, എവിടെ നമ്മൾ പഠിച്ചാലും അവിടെയൊക്കെ ദീനിന്റെ ഇനിയും കുറച്ചും കൂടെയൊക്കെ നമ്മൾ പഠിക്കാനും കുറച്ചും കൂടെയൊക്കെ നമ്മൾ മാറാനും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. ഈ കുടുംബത്തിന്റെ കാര്യം, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, സത്യം പറയുകയാണെങ്കിൽ ഒരു ഇസ്ലാമികമായ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ
ഞാൻ പറയാ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇസ്ലാമികമായൊരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ എല്ലാവരും ഇസ്ലാമിക മര്യാദ അനുസരിച്ചാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പോകണുണ്ടോ? അങ്ങനെ പോകുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ നമ്മൾ ഇസ്ലാമികമായ മര്യാദകൾ അനുസരിച്ച് പോകുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തിയെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ആ ദീൻ നിലനിൽക്കുന്നുണ്ടോ എന്നാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമാണ് എന്ത്? ദീനിയായിട്ടുള്ള ഒരു ബന്ധം. ഒരു ഭർത്താവിന്റെ നന്മ ഭാര്യയുടെ നന്മയിലാണ്, ഒരു ഭാര്യയുടെ നന്മ ഭർത്താവിന്റെ നന്മയിലാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജ്ജിന് ചെന്നപ്പോ ഹജ്ജിന് ചെന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തു പറയൂ, ഹജ്ജിന് കുറച്ച് തുണി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു തുണിക്കടയിൽ കയറുകയാണ്. ഹറമിന്റെ അടുത്തുള്ള ഒരു തുണിക്കടയിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണ്. അപ്പൊ കയറിയപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ കച്ചവടക്കാരൻ ഉറക്കനെ ഇതിന്റെ മഹത്വങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഏത്? നല്ല തുണിയാണ്, നല്ല സാധനമാണ്, വാങ്ങിക്കോളിയും, ഇത് അത്ര വിലയുള്ളൂ ഇത്ര വിലയുള്ളൂ എന്നൊക്കെ അദ്ദേഹം ഹലഫ് ചെയ്ത് സത്യം ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു നല്ല കച്ചവടക്കാരന്റെ ലക്ഷണമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അത് വാങ്ങാതെ പോയി. തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് വാങ്ങി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഹറമിൽ ഹജ്ജിന് വേണ്ടി വന്നു. അപ്പൊ വന്നപ്പോ ഇതേ കച്ചവടക്കാരൻ അവിടെ ഉണ്ട്. അപ്പൊ അയാൾ വിളിച്ചു പറയണമൊന്നുമില്ല, സത്യം ചെയ്ത് പറയണില്ല. അപ്പൊ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് ചോദിച്ചു, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ വന്നപ്പോ നിങ്ങൾ തന്നെയല്ലേ ഇവിടെ കച്ചവടം? അന്ന് നിങ്ങൾ ഇങ്ങനെ ഇതിന്റെ സാധനത്തെ കുറിച്ച് മദ്ഹ് പറയുകയും വിളിച്ചു പറയുകയും സത്യം ചെയ്ത് പറയുകയൊക്കെ ചെയ്തിരുന്നില്ല, ഇപ്പൊ എന്താ പറയാത്ത വെച്ചു. പറഞ്ഞു, അന്നുണ്ടായിരുന്ന ഭാര്യ മരിച്ചു പോയി എന്നാണ്. അപ്പൊ എന്തിയാ അവളെ പ്രത്യേകത? അവൾ പറഞ്ഞു, ഞാൻ എത്ര പൈസ കൊണ്ട് വൈകുന്നേരം ചെന്നാലും ഓൾക്കൊരു സമാധാനം കിട്ടൂല, ഇതുള്ളൂ എന്ന് അവൾ ചോദിക്കുക. എത്ര ഞാൻ അധികം ഉണ്ടായിരുന്നാലും അവളത് കുറച്ചായി കാണും, അവൾ എന്നെ കുറ്റം പറയാം. അപ്പൊ ഓക്ക് മതിയാകാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം വൈകുന്നേരം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണത് എന്നാണ്. ഇപ്പൊ എന്റെ ഭാര്യ മരിച്ചു, ഞാൻ വേറൊരു വിവാഹം കഴിച്ചു. അവളെന്താ പറയാറേ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ വസ്ത്രമൊക്കെ പാടെ കൂട്ടിപ്പിടിച്ചിട്ട് അവൾ എന്നോട് പറയും, ഇവിടേക്കൊരു പൈസയും കൊടുന്നില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ഹറാം കൊണ്ടുണ്ട് വരരുത് എന്നാ പറയും. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നുകൊണ്ടുണ്ട് വരരുത് എന്ന്. അപ്പൊ ആ കച്ചവടക്കാരൻ മാറിയത് എന്തുകൊണ്ടാണ്? ഭാര്യയുടെ മാറ്റമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനം നമ്മുടെ വീടാണ്, നമ്മുടെ കുടുംബമാണ്. പെരുമാറ്റങ്ങളിലും സ്വഭാവങ്ങളിലും എല്ലാം ആ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അത് മക്കളോടുള്ള പെരുമാറ്റമാണെങ്കിലും മാതാപിതാക്കളുടെ പെരുമാറ്റമാണെങ്കിലും മരുമക്കളോടുള്ള പെരുമാറ്റമാണെങ്കിലും അമ്മായിമ്മമാരോടുള്ള പെരുമാറ്റമാണെങ്കിലും അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ദീനില്ലാത്ത പ്രശ്നമാണ്. അപ്പൊ ഈ ദീനുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇതിലൊന്നും മാറ്റമില്ലാത്തത്? ഇതിലൊന്നും മാറ്റമില്ലാത്തത് എന്താണ്? അതിൽ മാറ്റം ഉണ്ടാവേണ്ടേ? അക്ബറുൽ കബായിർ അല്ലേ സുഹൃത്തുക്കളെ? മാതാപിതാക്കളെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്ബറുൽ കബായിറാണ്. അക്ബർ മഹാപാപങ്ങളിൽ ഏറ്റവും വലിയ പാപം, മഹാപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ് ഉഖൂഖുൽ വാലിദൈൻ. അപ്പൊ കുടുംബ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പെരുമാറ്റങ്ങളിലും മര്യാദകളിലും ഒന്നും മാറ്റങ്ങൾ വരാത്തത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യയോട് മാന്യമായി പെരുമാറണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമ്മുടെ ഔദാര്യമല്ല. നാം വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ ചീത്ത വിളിക്കാൻ പറ്റുമോ? തെറി വിളിക്കാൻ പറ്റുമോ? തല്ലാൻ പറ്റുമോ? ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായി അവരോട് പെരുമാറണം എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹ് നോക്കും മാന്യമായി പെരുമാറിയോ എന്ന്. നാളെ പടച്ചോൻ ചെല്ലുമ്പോൾ ചോദിക്കും. ഇതൊക്കെ ദീനാണ്, ഇതൊക്കെ ദീനാണ്. ദീനിൽ ഇനിയും എനിക്കും നിങ്ങൾക്കും പല മാറ്റങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സുഹൃത്തുക്കൾ. എല്ലാ കാര്യങ്ങളും വരണം. ഞാൻ പറഞ്ഞപ്പോ ഒക്കെ മാറിയുന്ന ആൾക്കാർ വരണത്. ഒരു കാലത്ത് നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. എവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ പോലും ഒക്കെ മക്കനിട്ട പെണ്ണുങ്ങൾ, എല്ലാ പെൺകുട്ടികളും നല്ല മക്കനൊക്കെ ഇട്ട് നല്ല ചുരിദാറൊക്കെ നല്ല ഇറക്കുള്ള ചുരിദാറൊക്കെ ഇട്ടായിരുന്നു. സുഹൃത്തുക്കളെ, എത്ര പെട്ടെന്നാ മാറിയത് നമ്മുടെ നാട്ടിലും ഗ്രാമത്തിലും. നിങ്ങൾ ഈ ബസ് സ്റ്റോപ്പിലൊന്നും വന്ന് നോക്കുന്നുണ്ട്, നിങ്ങൾ ഏത് ഗ്രാമത്തിൽ ചെന്നാലും പാന്റും കുപ്പായാണ് പെൺകുട്ടികള്. നമ്മൾ പഠിച്ചിട്ട് എവിടെ എത്തിയത് സുഹൃത്തുക്കള്? പാന്റും കുപ്പായാണ്. അതെന്താ പാന്റിന്റെ കോലം എന്നറിയാം നിങ്ങൾ? അത് കണങ്കാലിന്റെ മധ്യത്തിൽ നിൽക്കും, പാന്റ് കേറി നിൽക്കും, ഇറങ്ങി നിൽക്കൂല. മനസ്സിലായി? പിന്നെ എന്താണ് ആ മഫ്ത? ചുരുണ്ട് 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 ഇപ്പോ ഉസ്താദുമാരെ തൊപ്പിയോലെ തലയിൽ മാത്രം പരിമിതമായി നിൽക്കുന്നിടത്തേക്ക് എത്തി സംഗതി. പറ്റ കുറഞ്ഞു കുറഞ്ഞു വന്നു. എന്നാൽ ഇതൊക്കെ ആരാണ് അറിയുന്നത്? തൊട്ട് ബാക്കിൽ നിൽക്കണ ഉമ്മേ ഫുൾ പർദ നിക്കാബ് ഒക്കെ ഉണ്ട്. മുന്നിലിക്കണ കുട്ടികൾ ഇങ്ങനെ. അപ്പൊ പറയും അത് ചെറിയ കുട്ടിയല്ലേ, അത് പ്രശ്നമല്ല, അത് പിന്നോട് ശരിയായിക്കോളും. നമ്മളിപ്പോ എന്താ കാട്ടുന്നത്? ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു. സുഹൃത്തുക്കളെ, പറഞ്ഞിട്ട് കാര്യമില്ലേ? നരകത്തിക്കല്ലേ സുഹൃത്തുക്കൾ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാര്യം നമ്മൾ പഠിച്ച ദീനനുസരിച്ച് നരകത്തിക്കല്ലേ. ലാ യജ്ദുന റീഹഹാ എന്നാണ്.
സ്വർഗത്തിന്റെ വാസന കിട്ടൂല. സ്വർഗത്തിന്റെ വാസന കിട്ടാത്തതാണ്. അത്ര ഗൗരവമുള്ള കാര്യം, അത്ര ഗൗരവത്തോടെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. കാസിയാത്തുൻ ആരിയാത്ത്, ധരിച്ചവരാണ്, നഗ്നകളാണ്. അവിടെ ശിരോവസ്ത്രങ്ങളെ അവരെന്ത് ചെയ്യട്ടെ, മാറിടത്തിലൂടെ തൂക്കിയിടട്ടെ എന്നാണ്. ധരിക്കേണ്ടത് ജിൽബാബാണ്, എല്ലാം ജിൽബാബാണ്, ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണ്. നമ്മുടെ പരിപാടിക്ക് വേണ്ടിയുള്ള ഒരു കലക്ഷൻ ഉണ്ട്, എല്ലാവരും സഹകരിക്കണം എന്ന് അറിയിച്ചിട്ട്. അപ്പോ ജിൽബാബാണ്, ശരീരം മുഴുവനും മറയുന്ന ജിൽബാബ് ധരിക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെയാണ്. അയഞ്ഞ വസ്ത്രമാണോ ദേഹത്ത് ധരിക്കുന്നത്? സഹോദരങ്ങളെ, ദീനിലേക്കും അടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇനി വെറുതെ ഒന്ന് ആലോചിച്ചൊക്കെ, ഞാൻ ആലോചിക്കണം, ഇതൊക്കെ പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതികളാണ് നമ്മളെല്ലാവരും. ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഉദാഹരണത്തിന്റെ ഭാഗം ആയിരിക്കും നമ്മളൊക്കെ. എന്താണ് നമുക്ക് മാറണ്ടേ? നമുക്ക് മാറണ്ടേ സുഹൃത്തുക്കളെ? നമ്മൾ എവിടേക്കാണ് കാത്തിരിക്കുന്നത്? എന്താണ് നമുക്ക് മാറാനുള്ള താമസം? എന്താണ് മാറാനുള്ള തടസ്സം? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് മാറാനുള്ള തടസ്സം, എന്താണ് മാറാനുള്ള താമസം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതത്ര ഒരു ഗൗരവത്തിൽ എടുത്തിട്ടില്ല, ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതൊക്കെയാണ് പോയിക്കോളും, അതൊക്കെയാണ് കഴിഞ്ഞു കടന്ന് പോയിക്കോളും എന്ന ഒരു തെറ്റിദ്ധാരണയില്ല സുഹൃത്തുക്കൾ. തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് അങ്ങനെയൊന്നും കടന്നു പോകില്ല. നമ്മൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നില്ലാണ് കാര്യം. ഒന്നെന്താ അറിയാം, ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ അറിയാലോ, ഇന്നിപ്പോൾ എന്താ പത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കൊടും ചൂടത്ത് ജോലിക്ക് പോയ 2 ജോലിക്കാർ എന്ത് ചെയ്തു, പെട്ടെന്ന് കുഴഞ്ഞു വീണ് അവർ മരിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഏത് സമയമാണ് കാത്തിരിക്കുന്നത് സുഹൃത്തുക്കൾ? രോഗം കാണാൻ ഹോസ്പിറ്റലിൽ വന്ന വ്യക്തി, രോഗികളുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നാണ് ചികിത്സക്ക്. പക്ഷെ കൊണ്ടുവന്ന രോഗിയെക്കാളും മാരകമായ രോഗം അയാൾക്കാണെന്നാണ് ഡയഗ്നോസ് കണ്ടുപിടിക്കപ്പെടുന്നത്. ഈ അസുഖത്തിൻ്റെയും രോഗത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് എന്താ ഉള്ളത് കാര്യങ്ങൾ? അപ്പുറത്തുള്ളത് സുഹൃത്തുക്കളെ, മരണത്തിൻ്റെ അപ്പുറത്തൊരു പുതിയ ജീവിതം. നമ്മളിപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു പോയിട്ട് നമ്മളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ സമാധാനിക്കേണ്ട. ഏത് സമയത്തും ഏത് സെക്കൻഡിൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവർ പോയില്ലേ? നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർ പോയില്ലേ സുഹൃത്തുക്കളെ? ഇതൊന്നും വയല് പറയുമ്പോൾ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്താനോ ഒന്നും പറയണതല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നാളെ ഈ വയലിന് നമ്മൾ കൂട്ടത്തിൽ വന്ന ഒരാളുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ഒരു മരണ വീട്ടിൽ ഒരുമിച്ച് കൂടേണ്ടി വന്നാൽ തീർച്ചയായും അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇന്നലെ അവിടെ വയലിന് വേണ്ടി വന്നിരുന്നല്ലോ, ഇന്നലെ അവിടെ ജുമയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ നോമ്പിന് തറാവീഹിന്റെ തൊട്ടടുത്താണല്ലോ നിന്നിരുന്നതെന്നാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളെക്കുറിച്ചും പറയുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മളെ കയ്യിലല്ല. ആ മരണം എന്നത് നമ്മുടെ കയ്യിലല്ല. നിങ്ങൾ ഖുർആൻ എന്നുള്ള ഏത് ആയത്തെടുത്ത് വായിച്ചു നോക്കിക്കോളി, മരണം നമ്മുടെ കയ്യിലല്ല. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. മരണം തൊണ്ടക്കുഴിയിൽ എത്തിയാലേ നിങ്ങളിങ്ങനെ കണ്ണും തുറന്ന് നോക്കുന്നതാണ്. നിസ്സഹായമായി മനുഷ്യൻ നോക്കും. അപ്പൊ മരിക്കുന്ന അയാളും പ്രതീക്ഷിക്കാതെയാണ് മരിക്കണതേ. അയാളും ഇനിയിപ്പോ രോഗത്തിൽ കടന്നാൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ മരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പൊ ആ മരണം സമാഗതമാകുമ്പോൾ, അതിൻ്റെ അനുഭവങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ ഞമ്മക്കൊന്നുമില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഞാൻ നിങ്ങളെ ഏറ്റവും അടുത്തുണ്ടായിരിക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ കാണുന്നില്ല. പിന്നെ സുഹൃത്തുക്കളെ, അള്ളാന്റെ സാന്നിധ്യം മാത്രമേ ഞമ്മക്കുള്ളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, പടച്ചോൻ പറഞ്ഞു മരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞമ്മക്കാരുമില്ല, പടച്ചോൻ മാത്രം എന്ന് പറഞ്ഞാൽ തരും. ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തു തരാൻ പറ്റൂല. അതാണ് മരണം എന്ന് പറഞ്ഞത്. അള്ളാഹ്ക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെയുള്ള അവസ്ഥ എന്താ? തർജിഉ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. അങ്ങനെ മരിച്ചിട്ട് ഒരു വിചാരണക്കും ശിക്ഷക്കും ഒക്കെ നമ്മൾ വിധേയമാകില്ലെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ ഇന്ന മരിക്കണ്ട, നിങ്ങൾ മരിക്കണ്ട, നിങ്ങൾ എന്നാ കുറച്ചു നേരം കൂടി നിങ്ങളുടെ ജീവനെ തടഞ്ഞു വെച്ച് ഇവിടെ തന്നെ നിൽക്കും. അതിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? മരണം തീരുമാനമായാൽ ഞമ്മക്കൊന്നും ചെയ്യാല്ല, ഞമ്മക്കത് പോയി കൊടുക്കാനേ പറ്റൂ. ഞമ്മക്ക് പോയി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് നമ്മളെല്ലാവരും ആലോചിക്കണം. അങ്ങനത്തെ ഒരു പോക്ക് നമുക്ക് സമാഗതമായി കഴിഞ്ഞാൽ
പിന്നെ നമ്മുടെ കയ്യിലല്ല ഒരു കാര്യമുള്ളത്. അതുകൊണ്ടാണ് തുടർച്ചയുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, മരിക്കണിന്റെ മുന്നേ അള്ളാഹുവുമായിട്ട് അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആകെ രക്ഷക്കുള്ള ഒരു മാർഗം എന്തുള്ളൂ? അള്ളാഹുവുമായി നമ്മൾ അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പടച്ചോന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെട്ട ഒരാളാവണം. അത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങളെയൊക്കെ കുറിച്ച് വേണമെങ്കിൽ നമ്മളൊക്കെ അത്ര കുഴപ്പക്കാരല്ല, നല്ല ആൾക്കാരാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആൾക്കാരെ മുന്നിൽ നമ്മളെ പറ്റി ബാക്കിയുള്ളവർക്കൊക്കെ പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല ആളാണോ അല്ലേ എന്നത് നമ്മക്കറിയും. നമ്മൾ നല്ല ആളാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയും. അപ്പൊ ഒന്ന് പറയും, നമ്മുടെ എല്ലാ രാത്രിക്കും പകലിനും രഹസ്യങ്ങൾക്കും പരസ്യങ്ങൾക്കും എല്ലാം വാപ്പൺ കൊടുത്താൽ മതി. ആൾക്കാർ അങ്ങനെ കൈമാറിപ്പോയിക്കോ, എല്ലാരും ഒന്നും ഇങ്ങനെ കൈമാറിക്കൊടുക്കും. പിന്നെ അപ്പൊ നമ്മള് അപ്പൊ ഈ എന്താണ് അടുത്ത ഘട്ടങ്ങളിൽ നമുക്ക് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ കണക്കൂട്ടും പോലെയല്ല സുഹൃത്തുക്കളെ ഉണ്ടാവണം. പിന്നെ നമുക്ക് നമ്മളുടെ കാര്യത്തിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അള്ളാഹുവിന്റെ മുഖറഭാഗം അതാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ രഹസ്യം നമുക്ക് അറിയാലോ. അപ്പൊ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഈ കോലത്തിൽ ഞാൻ ചെന്നാൽ അള്ളാഹ് എന്നെ സ്വീകരിക്കും. ഇന്ന് രാത്രി പോയിട്ടൊന്ന് കടന്ന് ആലോചിക്കും. ആന്ന് മറുപടി ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, പേടിക്കണ്ട. ആന്ന് മറുപടി പറയാൻ ആത്മാർത്ഥമായി പറ്റുമെങ്കിൽ ഒന്നും പേടിക്കണ്ട. അല്ലാതെ പള്ളിക്ക് കൂടി ഇങ്ങനെ വരുന്ന ആൾക്കാരാ ഇവിടെയൊക്കെ എല്ലാ വക്തിലും ഉണ്ടാകുന്ന ആളാണ്, ഓൻ കുഴപ്പമില്ലാത്ത ആളാണ് എന്നത് വെച്ചിട്ടല്ല സുഹൃത്തുക്കളെ പരലോകത്തെ തീരുമാനം. സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ കടന്നു കയറാമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാരും പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ പോകുന്നതാണ്. അങ്ങനെ വിചാരിച്ച കാര്യമുണ്ടോ? നമ്മളങ്ങളെ ഉണ്ടാക്കിയത്, ഞാനാണ് നിങ്ങളെ ഉണ്ടാക്കിയത്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. അല്ല പറയാം, നീ ആരാണെന്ന് എനിക്കറിയാം. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലതീഫുൽ ഖബീർ. രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവൻ അറിയും. അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചവൻ അറിയാൻ കഴിയുകയില്ലേ? നിങ്ങളെ പടച്ചുണ്ടാക്കിയ പടച്ചവൻ അറിയാതെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് അള്ളാഹ് നമ്മളോട് ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ. അതുകൊണ്ടേ മരിക്കണ സമയത്ത് അറിയും നമ്മൾ നല്ലോണാണോ അല്ലാത്ത ആളാണോ. മുഖറബീൻ, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയവനാണെങ്കിൽ മരിക്കുമ്പോ ആശ്വാസം, ഖബറിൽ സമാധാനം. ഇനി ഖബറിന്ന് എഴുന്നേറ്റ് വരുമ്പോഴോ നാളെ സ്വർഗത്ത് കണ്ട് പോകും. ഒന്നും പേടിക്കണ്ട. മരിക്കുമ്പോ ഉള്ള ബേജാറില്ല, പിന്നെ ഖബറിൽ ബേജാറില്ല, പരലോകത്ത് സ്വർഗം. അള്ളാഹ് ഉറപ്പ് തരികയാണ്. മുഖറബായോ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാണോ നമ്മൾ? നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹു നമ്മളെ സ്വീകരിക്കുമോ? വലതുപക്ഷക്കാർ, വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ, അവർക്ക് സമാധാനം. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമേ ഉള്ളൂ. ഒരു ബേജാർ എന്ന് പറഞ്ഞ കാര്യം മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട. സുഹൃത്തുക്കൾ, അങ്ങനത്തെ ഒരു മരണം എനിക്ക് സംഭവിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ പരിശോധിക്കണം. വിശ്വാസം ശരിയാണോ, കർമ്മം ശരിയാണോ, എൻ്റെ പ്രവർത്തനം ശരിയാണോ, ഡ്രസ്സ് ശരിയാണോ, സംസ്കാരം ശരിയാണോ, ഒക്കെ ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാർത്ഥമായി പരിശോധിക്കും. എന്നാൽ കളവാക്കിയവനാണെങ്കിൽ, അള്ളാഹുവിനെ നിഷേധിച്ചവനാണെങ്കിൽ ചുട്ടുതിളക്കുന്ന പാനീയത്തിന്റെ വിരുന്നാണ് അവനുള്ളത്. കത്തിജ്വലിക്കുന്ന നരകത്തിലാണ് അവൻ കടന്നെരിയുന്നത്. ഇത് സത്യമായ ഉറപ്പുള്ള കാര്യമാണ്. ഇതിലാരും സംശയിക്കേണ്ടതാണ്. അപ്പോളേ ആൾക്കാരൊക്കെ നമ്മളെ പറ്റി നല്ലതൊക്കെ പറയും സുഹൃത്തുക്കളെ, കുഴപ്പമില്ല, ഓനെന്നല്ലേ എൻ്റെ ആള്,
അതിൻ്റെ അധ്യക്ഷൻ ഓനല്ലേ, അതിൻ്റെ സ്വാഗതം പറഞ്ഞ ആൾ ഓനല്ലേ, പള്ളിൻ്റെ പ്രസിഡന്റ് കുറെ കാലം ഓനല്ലേ എന്നൊക്കെ പറയുന്നത് കൊണ്ട് അവിടെ അംഗീകരിക്കപ്പെടൂല. അവിടെ ഹൃദയമറിയുന്ന അള്ളാഹുവിന് ബോധ്യപ്പെടണം നമ്മൾ കുഴപ്പക്കാരനല്ല. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ സുഹൃത്തുക്കൾ എങ്ങനെയൊന്നും ആകാൻ പറ്റൂല. സദാചാര രംഗത്ത് അതിനു മാത്രം പ്രശ്നങ്ങളുണ്ട് സുഹൃത്തുക്കൾ, അതിന് മാത്രം പ്രശ്നം. പണ്ട് കാലത്ത് എങ്ങനെ രംഗങ്ങൾ, ഈ ഒഴിഞ്ഞു കിടക്കുന്ന പഴയ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ ഷെഡുകൾ, അതേപോലെ ആൾ താമസമില്ലാത്ത പഴയ സ്ഥലങ്ങൾ, അവിടെയൊക്കെ പോയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്ന രംഗങ്ങളും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ബ്ലൂ ഫിലിം കണ്ടിരുന്നു, ഫോൺ അശ്ലീല വീഡിയോകൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ മെമ്മറി കാർഡ് കൊണ്ടുപോയിട്ട് ഒക്കെ കണ്ടിരുന്നു. എത്ര ബുദ്ധിമുട്ടി കാണണം എന്നറിയും അന്നത്തെ കാലത്തൊക്കെ. അതൊക്കെ പിന്നെ പോലീസുകാർ പിടിച്ചിരുന്നു, അങ്ങനത്തെ ഫിലിമുകളെ പ്രദർശനങ്ങൾ പിടിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല സുഹൃത്തുക്കളെ. തൊട്ടപ്പുറത്ത് ഭാര്യ കടന്നുറങ്ങുമ്പോൾ ഫോണെടുത്ത് കാണുകയാണ് തോന്നിയാസങ്ങൾ. മനസ്സിലായി? വളരെ മാന്യനായി ബാത്റൂമിലേക്ക് ഫോണുമായി പോയിട്ട് അവിടുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം നമ്മൾ. ആളുകളില്ലാത്ത സ്ഥലത്ത് വണ്ടി ഇങ്ങനെ ബൈക്ക് മെല്ലെ റോഡ് സൈഡിലേക്ക് നിർത്തിയിട്ട് മൂപ്പരെന്തോ കാര്യമായി ഫോൺ ചെയ്യുകയാണെന്നുള്ള നിലക്ക് നിന്നിട്ട് നമ്മൾ ആ സ്ക്രീനിക്ക് നോക്കുമ്പോൾ തോന്നിയാസങ്ങൾ കാണുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അറിവ് സിനയാണെന്ന്, വ്യഭിചാരം. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. വ്യഭിചാരത്തിന്റെ അടുത്ത് പോകരുത്, ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് എന്ന് അള്ളാഹ് പറഞ്ഞു. ഇതൊക്കെ ഇപ്പൊ ചെയ്യാണ് ആളുകൾ. ആര്? നോമ്പ് വിൽക്കുന്ന ആൾക്കാർ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് ഇതൊക്കെ ചെയ്യണത്. ഞാൻ ഇതൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇത് ചെയ്യണമല്ലെന്നല്ല, പക്ഷെ അങ്ങനത്തെവർക്കും ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ തിന്മകൾ അടുത്താണുള്ളത്. അപ്പം പറഞ്ഞ ഇതിന്നൊക്കെ മാറേണ്ട സുഹൃത്തുക്കളെ. ഈ മനസ്സോടുകൂടെ, ഈ വിചാരത്തോടുകൂടെ മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകുക? അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് മാറണം, എന്തുകൊണ്ട് ദീനിനെ ഗൗരവത്തോടെ പഠിക്കണം, നമ്മൾ ഈ പോരായ്മകൾ പരിഹരിക്കണം എന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് മരിച്ചു പോകണം. അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ് സുഹൃത്തുക്കൾ. നമ്മളെ കൊണ്ട് തടുക്കാൻ പറ്റില്ല. കബറിന്നൊക്കെ നമ്മളിന് പൊന്തി വരും. അങ്ങനെ ഖുർആന്റെ പ്രയോഗം. ധൃതിപ്പെട്ടുകൊണ്ട് കബറുകളിൽ നിന്ന് പുറത്തേക്ക് വന്നവർ ഓടും. പേടിച്ചാകെ താഴ്മ കാണിച്ച്, വിനയം കാണിച്ച്, ബേജാറായി ഓടി വരും. ആ ഓട്ടം ആർക്കെങ്കിലും തടുക്കാൻ പറ്റും? ഞാൻ പരലോകത്തിൽ വിശ്വസിക്കാത്തവനാന്ന് പറഞ്ഞതുകൊണ്ട് ഒരുത്തരെ കബർന്ന് പുറത്ത് കയറാതാക്കാൻ പറ്റും സുഹൃത്തുക്കളെ? ഇതൊക്കെ അതിന്റെ സമയക്രമത്തിലും കൃത്യതയോടുകൂടെയും എല്ലാം നടക്കും. അങ്ങനെ നടക്കുന്നിടത്ത് ഞാനും നിങ്ങളും എവിടെയെങ്കിലും ഒരിടത്തുണ്ടാകും. അവിടെ രക്ഷപ്പെടണമെങ്കിൽ സുഹൃത്തുക്കളെ ദീന് പൂർണ്ണാകണം, കർമ്മങ്ങൾ പൂർണ്ണാകണം, വിശ്വാസം പൂർണ്ണമാകണം, എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമാണ്. പിന്നെന്താ അറിയൂ, നമ്മളൊന്നും ജയിച്ചു പോവില്ല. ഈ ഉള്ളിക്കൂടി ഈ പരിപാടികളൊക്കെ നടത്തി നമ്മളിങ്ങനെ പുറത്തൊരു പുറംപൂച്ചായിട്ട് നടന്ന് അംഗീകാരവും സർട്ടിഫിക്കറ്റും വാങ്ങിപ്പോണത് തോനക്കാലം പോവില്ല സുഹൃത്തുക്കളെ, അധികം പോവില്ല. എല്ലാ ദുരന്തങ്ങളും വരും. ഞാനത് പ്രത്യേകം പറയാൻ കാരണം ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ അടുത്ത് കുറേ ചെറുപ്പക്കാരാണ്, 25, 23 വയസ്സുള്ള ചെറുപ്പക്കാരാണ് കാര്യമായി ഫോൺ ചെയ്യുന്നതും വിളിക്കുന്നതും ഒക്കെ. സാധാരണ സ്ത്രീകളായിരുന്നു കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ സ്ത്രീകളല്ല, ഇപ്പൊ ഈ ചെറുപ്പക്കാരാണ്. പലരും തെരഞ്ഞു വരിക, നമ്മോട് ചോദിക്കാതെ വന്ന് പള്ളിക്ക് ചെന്നാൽ അവിടെ ഉണ്ടാവും, കോളേജിൽ ചെന്നാൽ അവിടെ ഉണ്ടാവും. ഇപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം? ഈ 10-14 വയസ്സൊക്കെ ആവുമ്പോൾ ഈ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് എന്ത് ചെയ്യും? ഈ വൈകാരികമായ ചിന്തകൾ വരും, അശ്ലീല ചിന്തകൾ വരും. അപ്പൊ ഈ 14 വയസ്സായ ഒരു കുട്ടിന്റെ മനസ്സിൽ ഇത്തരം അശ്ലീല ചിന്തകൾ ഉണ്ട് എന്ന് ഒരു വാപ്പക്കും മനസ്സിലാക്കാൻ പറ്റൂല, ഒരു ഉമ്മക്കും മനസ്സിലാക്കാൻ പറ്റൂല, ഒരു ഉസ്താദുമാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? ഇതൊന്നും ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ പോകും. ഇവരിതിങ്ങനെ വേണ്ടാത്തത് കാണുന്നുണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ സ്വകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാരും നിയന്ത്രിക്കാനില്ലാതെ എന്താ ഉണ്ടാവുക? ഇതിന്റെ ആൾക്കാരായിട്ട് മാറുകയാണ്. ഇതിന്റെ ആൾക്കാരായിട്ട് മാറിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു 5-8 വർഷം ഇങ്ങനെ കഴിഞ്ഞൊരു 10-21 വയസ്സൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു 6-7 കൊല്ലം 5-8 കൊല്ലമൊക്കെ ഇതിങ്ങനെ ചെയ്ത് അവസാനം എന്താ പറയുക? ശരീരവും മനസ്സും അങ്ങോട്ട് തകരാറാവും. ഒരേ സമയത്ത് ശരീരത്തിനും രോഗം, മനസ്സിനും രോഗം. ഞാനിത് പറയുമ്പോൾ വന്നിരിക്കുന്ന പയ്യന്മാരുടെയൊക്കെ മുഖവും ശരീരമൊക്കെ എനിക്കെൻ്റെ മനസ്സിക്ക് വരും. അപ്പൊ അവർക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഉമ്മാര് വിളിച്ച് പറയും, എന്താ അവന് പറ്റിയത്, ഞങ്ങൾക്കൊരു പുറത്തോ കിട്ടുന്നില്ല എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, മകൻ എന്തിന് എഞ്ചിനീയറായി ഖത്തറിലോ ഏതോ ഗൾഫ് നാട്ടിൽ അവൻ പോയി. അവിടെ ചെന്നിട്ട് നല്ലൊരു ജോലി, കാരണം അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ജോലി കിട്ടി. ജോലി കിട്ടിയിട്ട് വരാൻ താരങ്ങള്
റൂമിൽ നിന്ന് 2-3 ദിവസമൊക്കെ ജോലിക്ക് പോയി, പിന്നെ ജോലിക്ക് പോകില്ല. കാരണം പിന്നെ ജോലിക്ക് പോകാൻ കഴിയൂല. ഇവൻ്റെ അടുത്തൊരു ദുശ്ശീലമുണ്ട്. ആ ദുശ്ശീലം ചെയ്ത് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക, ഈ വേണ്ടാത്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ്. അപ്പൊ ജോലിയാണ്, ഗൾഫിലെ ജോലി പറഞ്ഞാൽ ടൈം വളരെ കറക്റ്റ് ആയിരിക്കും. ഉറങ്ങാനുള്ള കുറഞ്ഞ സമയം കഴിച്ച് ബാക്കിയൊക്കെ ജോലി ഉണ്ടാവും. അപ്പൊ അതൊരു നിർബന്ധിതമായ ജോലി ചെയ്യേണ്ടി വന്നു നോക്കുമ്പോൾ ഇവന്റെ ഈ ദുശ്ശീലവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പം ജോലിക്ക് പോകാതെയായി. അങ്ങനെ നല്ലൊരു ജോലി കിട്ടിയ ഒരാളെ കുറഞ്ഞ ദിവസം കൊണ്ട് അവൻ എന്ത് ചെയ്തു വെച്ചാൽ ഗൾഫിൽ നിന്ന് നാട്ടിക്ക് കൊണ്ടുവന്ന് ഇനി ചികിത്സക്കാണ്. അപ്പൊ എഞ്ചിനീയർ ആക്കാൻ നമുക്ക് പറ്റും, ഗൾഫിൽ ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റും. പക്ഷെ സുഹൃത്തുക്കളെ, ഈ ദുശ്ശീലങ്ങളിൽ അടിമയായ ആളുകളെ മാറ്റിക്കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്ത് തിന്മയാണെങ്കിലും ആ തിന്മ ഒരിക്കൽ നമുക്കൊരു മഹാവിപത്തായി വരും. ഏത് തെറ്റുകളാണെങ്കിലും ആ തെറ്റ് ഒരു സന്ദർഭത്തിൽ നമ്മളിലേക്ക് വരും. അത് മനസ്സിൽ ഏതെങ്കിലും ഒരു അന്യ ആണിനോടൊരു ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ അന്യ പെണ്ണിനോടൊരു ഇഷ്ടം തോന്നി, ഇതൊക്കെ അത് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അതൊക്കെ എന്തെങ്കിലും നമുക്കൊരു വിപത്തായി, ഒരു ബുദ്ധിമുട്ടായി, ഒരു വിഷമമായി എന്നെങ്കിലും നമുക്ക് വരും. അത് അല്ലാഹ് പറഞ്ഞതാണ്. ആരാണോ എന്റെ സന്മാർഗത്തെ പിൻപറ്റുന്നത് അവന് വഴി തെറ്റിപ്പോലും അവൻ കഷ്ടപ്പെടേണ്ടി വരില്ല. അല്ലാഹ് തോൽക്കൂല സുഹൃത്തുക്കളെ, നമ്മളെ തോൽക്കൂല. അതുകൊണ്ട് എന്താണോ വ്യക്തമായി അല്ലാഹ് വിരോധിച്ചു എന്ന് നമുക്ക് ഉറപ്പുള്ള എന്തെങ്കിലും പരിപാടിയേറ്റ് നമ്മൾ പോണുണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും, നമ്മൾ അപമാനിക്കപ്പെടും, നമ്മൾ മഹാദുരന്തങ്ങളിൽ കരകയറാനാവാതെ അകപ്പെടും. അല്ലേ? ഇപ്പൊ ഈ പലിശക്ക് എടുക്കുന്ന ആൾക്കാരൊക്കെ, ലോൺ എടുക്കുന്ന ആൾക്കാരൊക്കെ എന്താ വിചാരിച്ചത്? 3000 ഉറുപ്പ്യല്ലേ മാസം അടച്ചു പോകാൻ, അല്ലെ? 3000 ഉറുപ്പ്യല്ലേ മാസം അടച്ചു പോകാൻ, വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ EMI ചെയ്യുന്ന ആൾക്കാരുണ്ട്, 50 ഉറുപ്പ്യ 100 ഉറുപ്പ്യ ദിവസം കൊടുത്ത് എന്താ അടക്ക, പ്രശ്നമില്ല. എന്നിട്ട് എങ്ങനെ അടക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെന്തിനാ കഷ്ടപ്പെട്ടു പോയി മരിക്കേണ്ട ഒരു അവസ്ഥയാണ്, ജപ്തിയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് എന്തിനാ അവർ പള്ളിക്കൊക്കെ വരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് അവർ ജീവകാരുണ്യ പ്രവർത്തന ആൾക്കാർക്ക് വരുന്നത്? കയ്യൂല സുഹൃത്തുക്കളെ. അങ്ങനെ അല്ലാഹ് വിരോധിച്ച ഒരു ഹറാമിലൂടെ നമ്മൾ വീടുണ്ടാക്കും, നമ്മൾ കച്ചവടക്കാരനാവും, നമ്മൾ മുതലാളിയാവും. അത് ഉണ്ടാവില്ല. ഞാനൊരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഈ പ്രസംഗത്തിന്റെ ക്ലിപ്പിട്ട് ഒരാൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കൂലേ, ഈ പരീക്ഷക്കൊക്കെ എടുത്തിട്ടും കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ വലിയ മുതലാളിമാരാവണില്ലേ എന്നോട് ചോദിച്ചു. ഒരു പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ മുതലാളിയായി കണ്ടേക്കാം. സുഹൃത്തുക്കൾ, അതിലൊന്നല്ല ബർക്കത്ത്. എന്തിനാ പണം ഒരു സുഖ സമാധാന ജീവിതം അത് ഉണ്ടാവില്ല. അതില്ല എന്നാ പോലെ ബാങ്കിൽ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വന്ന് കടന്നിട്ട് വല്ല കാര്യമുണ്ട് സുഹൃത്തുക്കളെ? സമാധാനം സന്തോഷം തന്റെ വീട്ടിലും കുട്ടികളിലും മക്കളിലും ഇല്ലെങ്കിൽ എന്താ ജീവിതം? അത് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ഹലാലും തൊയ്യുമായത് തിന്നണം, ഭക്ഷിക്കണം. അപ്പൊ പടച്ചോനെ തോൽപ്പിക്കണം വിചാരിക്കരുത്. അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എത്ര ഉമ്മമാരാണ്. എനിക്ക് സങ്കടം. ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവളെ ആഗ്രഹം കൊണ്ട് പൈസ കയ്യിൽ 60 ലക്ഷം ലോൺ എടുത്തിട്ടാണ് അവളെ ഡോക്ടറാക്കാൻ കൊണ്ടുപോയി പഠിപ്പിച്ചത്. മനസ്സിലായി? ഒക്കെ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് ഡോക്ടർ ആയാൽ ദുനിയാവിലെല്ലാം ആയി എന്നല്ലേ മാതാപിതാക്കൾ വിചാരിച്ചത്? എന്താ സംഭവിച്ചറിയോ? അവൾ പഠിക്കാൻ പോയ സ്ഥലത്തുനിന്ന് കോഴ്സ് പൂർത്തിയാക്കി വീട്ടിലെത്തുമ്പോൾ അവൾ പറയണത് എന്താ അറിയോ? അവൾക്ക് കോഴ്സിൽ കൂടെ പഠിച്ച ഒരു പയ്യനുണ്ട്, അവനെ തന്നെ കല്യാണം കഴിക്കണം. അപ്പൊ ഇവർക്ക് അത്ര വലിയൊരു ദീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടനെ അവനെ പറ്റി അന്വേഷിച്ചു. അവളെ കൂടെ പഠിച്ചതാവുമ്പോ എന്തായാലും മെഡിക്കൽ കോളേജിൽ പഠിച്ചത് ആ ഡോക്ടർ തന്നെ ആവുള്ളൂ. അപ്പൊ അവനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അവൻ പരീക്ഷകളിലൊക്കെ തോറ്റ് എല്ലാ കോളേജിലെ കച്ചറയിലും ജീവിക്കണ ഒരു വളരെ മോശപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ആ സ്ത്രീ എന്നോട് പറയാണ്, ഞങ്ങളിപ്പോ 60 ലക്ഷമൊക്കെ ലോൺ എടുത്ത് ഇവളെ പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോ ആ പൈസയും അവളെ MBBS മുഴുവൻ ഓൻ അങ്ങോട്ട് പോക്കറ്റ് അടിച്ച് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഓളെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ വിചാരിച്ചത്. ഓർക്ക് നല്ലൊരു ജീവിതം അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുമോ? അതും കിട്ടൂല. ഇനി എന്താ ഞങ്ങൾ ചെയ്യാണ്? എന്താ ഞങ്ങൾ ചെയ്യാണ്? എത്രമാത്രം വെച്ചാൽ അവളെ ഒരു ഉപദേശം കൊടുക്കാൻ വിളിച്ചാൽ പോലും അവളെ കൊണ്ടുവരാനുള്ള കഴിവും സ്വാധീനവും മകളുടെ മേലിൽ ആ രക്ഷിതാക്കൾക്കില്ല. അപ്പൊ എന്തെന്ന് ആലോചിക്കും നിങ്ങൾ? ഇതൊക്കെ നമുക്ക് തോൽപ്പിക്കാന്നാ വിചാരിക്കണത്. നമ്മൾ ആരെ തോൽപ്പിച്ചു? അള്ളാഹിനെ നമുക്ക് തോൽപ്പിക്കാൻ അല്ല. ഭൂമിയിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റൂല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആർക്കും പറ്റൂല. അവസാനം എന്ത് ചെയ്തു? കീഴ്പ്പെടുകയാണ്. എന്നിട്ടിപ്പോ എന്താ അന്വേഷിക്കുന്നത്? ദീനിന്റെ വല്ല ഉപദേശങ്ങളും കൊടുത്ത് അവളെ മനസ്സ് മാറ്റാൻ പറ്റൂ, ഞങ്ങളെ കുട്ടീനൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ എന്ന് കരഞ്ഞിട്ടാണ്
ആ ഉമ്മ വിളിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം പറയുന്ന സുഹൃത്തുക്കളെ, എവിടെയെങ്കിലും ഒരു അണ്ണുക്കിട അല്ല പറഞ്ഞോടത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതനുഭവിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. വലനുദീകന്നഹും അദാബൽ അദ്നാ ദൂനൽ അദാബൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലനുദീകന്നഹും, അവരെ നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അദാബൽ അദ്നാ ദൂനൽ അദാബൽ അക്ബർ, നാളെ പരലോകത്തെ വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷകൾ നാം അവർക്ക് കൊടുക്കും. ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു വരുന്നതിന് വേണ്ടി. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദങ്ക, എന്റെ കൽപ്പനകളെ ആരവഗണിച്ചുവോ അവന് കുടുസായ ഒരു ജീവിതം ഉണ്ടായിരിക്കും. അപ്പൊ തിരിച്ചു വരികയാണ് സുഹൃത്തുക്കൾ നല്ലത്, തിരിച്ചു വരിക നല്ലത്. ഈ മഴയ്ക്ക് അങ്ങനെ അല്ലാതെ ആവുമ്പോഴേ നമ്മൾ ആലോചിക്കണം. വേനൽക്കാലത്ത് വല്ലാതെ ഒന്നും മഴ പെയ്യൂല, എന്നാലും ഈ ചൂട് ശക്തമാകുമ്പോൾ ഇടക്കോര വേനൽ മഴ കിട്ടില്ലേ സുഹൃത്തുക്കളെ. മഴ പെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. മനസ്സിലായി? മഴ തടയപ്പെടുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞതും മഴയ്ക്ക് വേണ്ടിയുള്ള ഖുതുബയിൽ പറഞ്ഞതും പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കാനാണ്. മഴ പെയ്യിക്കുന്നത് ആരെ മേലക്കാ സുഹൃത്തുക്കൾ? ആരെ തലയിക്കാണ് ഈ മഴ പെയ്യുന്നത്? അള്ളാഹുവിനെ അവഗണിച്ചും അള്ളാഹുവിനെ ധിക്കരിച്ചും ജീവിക്കുന്നവരുടെ മേലെ ഈ മഴ പെയ്യുമോ? നാം ആലോചിക്കണം. ഇസ്തിഗ്ഫാറാണ് പരിഹാരം. അള്ളാഹുവിലേക്ക് മടങ്ങ. റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ആകാശം പെയ്യും, മഴ പെയ്യും, അവിടെ മേൽ കോരിച്ചെരിയുന്ന മഴ വരും. നിങ്ങൾ പാപമോചനം തേടിയെന്നാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നന്നായി. നൂഹ് നബി അലൈഹി സ്വലാം തന്റെ ജനതയോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് മക്കളിൽ ബർക്കത്ത് തരും, നിങ്ങളുടെ സമ്പത്തിൽ വർധനവ് തരും. നമ്മൾ മാറണം. മാറി എന്ന് പറഞ്ഞാൽ പോരാ, മാറിയതുപോലെ അഭിനയിച്ചാ പോരാ, നമ്മൾ മാറണം. അപ്പോഴേ മനസ്സറിയുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കരുണാ കടാക്ഷങ്ങൾ ഇറങ്ങും. അല്ലെങ്കിൽ നമ്മൾ തന്നെ തോൽക്കുക, അവസാനം നമ്മളെ തോൽക്കും, അല്ല തോൽക്കൂല സുഹൃത്തുക്കൾ. എല്ലാ കാര്യവും. അപ്പൊ എന്തുകൊണ്ട് മാറണം? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് മാറണം? നമ്മൾ മാറിയെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ, മാറാതെ നമുക്ക് രക്ഷയില്ല. നിങ്ങൾ ആലോചിച്ച സുഹൃത്തുക്കൾ, എന്തൊരു സമാധാനത്തിലും എന്തൊരു സുഖത്തിലും ഇവിടെ ജീവിക്കാന്ന് നിങ്ങൾക്ക്. ഈ ദീൻ അള്ളാഹു നമുക്ക് തന്ന സ്ഥിതിക്ക് എത്ര സമാധാനത്തിലും എത്ര സന്തോഷത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ലാതെ. ഒന്നാമത് കാര്യം പറഞ്ഞാൽ ഈ ദീൻ അനുസരിച്ച് പോകുന്നവന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം താരങ്ങൾ മനസ്സമാധാനമാണ്. അപ്പൊ മനസ്സമാധാനം ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളി, നമ്മളെ ദീനിന് എവിടെ ചോർച്ച പറ്റിക്കണോ. അത് ദീനുള്ളവൻ അള്ള വാഗ്ദാനം ചെയ്യുന്ന കാര്യമാണ് മനസ്സമാധാനം. ആ മനസ്സമാധാനം നമുക്കില്ലെങ്കിൽ എവിടെയോ നമുക്ക് തകരാറ് പറ്റിയിട്ടുണ്ട്. നബി ബിർ, എന്താണ് ഇസ്മ, എന്താണ് പാപം, എന്താണ് പുണ്യം? മഹാക്കഫി സുദരി വകരിഹത്ത അനിയത്തലി ആലേഹിന്നാസ്. ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടാത്തതിനെ മനസ്സിൽ ചോർച്ചിലുണ്ടാക്കണം. തെറ്റുകൾ ചെയ്യുന്ന ഒരാൾക്ക് സമാധാനത്തോടെ രാത്രി പോലും ഉറങ്ങാൻ പറ്റില്ല. പാപങ്ങളിൽ നിന്ന് മുക്തമായാലേ സമാധാനത്തോടെ, ഇത്തരം സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിന് എന്തിന് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിന്റെ സമാധാനവും സുഖവും നമ്മൾ നഷ്ടപ്പെടുത്തണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബജീവിതം, ദാമ്പത്യം, എല്ലാതും നമുക്ക് ഒരു ദീനനുസരിച്ച് പോകുമ്പോൾ ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ നമ്മൾ കൂട്ടായിട്ട് പഠിക്കുക, ഭർത്താവും മക്കളും എല്ലാവരും ദീനിന്റെ കാര്യങ്ങൾ അടിസ്ഥാനപരമായി പഠിക്കാൻ ശ്രമിക്കാം. അത് പഠിക്കാനുള്ള അവസരങ്ങൾ, ക്ലാസ്സുകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ശരിക്ക് പഠിക്കാൻ, വെറുതെ ക്ലാസ്സിന് പോകുന്നുണ്ട് പറയാനല്ല, അതൊക്കെ ശരിക്കും വ്യക്തമായും അത് അടിസ്ഥാനപരമായി പഠിക്കാം. ആ മാറ്റം കൊണ്ടേ നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഞാൻ പറയാം, നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ ഇനി നമുക്കൊരു പ്രതീക്ഷ. ഇപ്പൊ വെക്കേഷൻ ക്ലാസ്സുകൾ വരും, സമ്മറൈസ് പോലുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ വരും. നമ്മൾ ഇനി കുട്ടികളെ പറഞ്ഞയക്കണം. കാരണം ഞമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. കാരണം കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആലോചിക്കുന്നത് എന്ന് ഞമ്മക്ക് അറിയില്ലല്ലോ സുഹൃത്തുക്കളെ. ഞങ്ങൾ ഈ കുട്ടിക്ക് ക്യാമ്പ് എടുക്കുമ്പോൾ ഓലെക്കൊണ്ട് ചോദ്യങ്ങൾ എഴുതി വാങ്ങും. അപ്പൊ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതൊക്കെയാണോ പടച്ചോനെ ഇവരെ മനസ്സ് കിടക്കണത്. ഓരോ മനസ്സ് ശരിക്കും യുക്തിവാദികളുണ്ട്, ദൈവനിഷേധികളുണ്ട്, ലിബറലുകളുണ്ട് നമ്മുടെ വീടിനുള്ളിൽ. നമ്മുടെ കുട്ടികളുടെ മനസ്സ്, അവരെ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്രാവശ്യം കോഴിക്കോട് വെച്ച് പ്രോഫ്കോൺ കഴിഞ്ഞു. പ്രോഫ്കോൺ സമാപനം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ പുറത്ത് ആ കുട്ടികൾ പോണ ഗേറ്റിന്റെ അവിടെ നിൽക്കുമ്പോൾ ഓരോ കുട്ടികൾ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഓരോ കാര്യങ്ങൾ. അപ്പൊ ആ സംസാരിക്കുമ്പോൾ ആ കുട്ടികൾ പറയാണ്, ഞാൻ ശരിക്കും ഒരു നിരീശ്വരവാദിയായിട്ടാണ് ഇവിടെ വന്നത്, പക്ഷെ എനിക്ക് മനസ്സിൽ ഭയങ്കര മാറ്റാനുണ്ടായത്.
ഇനിയും കുറേ സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർ നമ്പർ വാങ്ങുന്നു, നിരന്തരം ബന്ധപ്പെടുന്നു, ചോദിക്കുന്നു. ഞാൻ പറഞ്ഞത് കുട്ടികളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കിട്ടൂല സുഹൃത്തുക്കളെ. ഭാവിയിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കിട്ടൂല. നമ്മൾ ആലോചിക്കണം, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ശരിക്കും അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതുകൊണ്ട് ദീൻ ശരിയായ രൂപത്തിൽ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു 10, 14, 15 വയസ്സായ പെൺകുട്ടികൾക്ക് അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവർക്കൊരു 1 ഡേ ക്യാമ്പൊക്കെ വെച്ച് എന്താണ് വിവാഹം, എന്താണ് ജീവിതം എന്നതിനെ കുറിച്ചൊക്കെ നല്ല ക്ലാസ്സും കാര്യങ്ങളും അവർക്ക്, ഇതൊക്കെ ഒരു മഹലിന് കീഴിൽ നമ്മൾ സംഘടിപ്പിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. തീർച്ചയായും ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയണില്ല. എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്നു. ഇപ്പൊ റേഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, 4 ലക്ഷത്തിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്ത്, 4 ലക്ഷത്തിലധികം ആളുകളുടെ ഫോണിൽ കമ്പ്യൂട്ടറിലും ഈ റേഡിയോ ഉണ്ട്. ഒരു 10,000-ത്തിലധികം ആളുകൾ ഓരോ ദിവസവും റേഡിയോ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എത്ര നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ. ഒരു മുജാഹിദ് പോലില്ലാത്ത നാടുകളിൽ സ്ത്രീകൾ തൗഹീദ് ഉൾക്കൊണ്ട് വരികയാണ്. എന്നിട്ട് അവർ മാറുകയാണ്. അവർ ഭർത്താക്കന്മാരെയും കുടുംബങ്ങളെയും ഒക്കെ മാറ്റുകയാണ്. റേഡിയോ ചെയ്യുന്ന സംഭാവന നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ പാലക്കാട് നടന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായില്ല. അതൊക്കെ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷെ അത് നാളെ കൊല്ലത്ത് നടക്കാൻ പോവാണ് ഫാമിലി കോൺഫറൻസ്. മറ്റന്നാൾ കോഴിക്കോട് കടപ്പുറത്ത്, കോഴിക്കോട് ജില്ലയിൽ നടക്കാൻ പോവാണ്. എല്ലാ ജനങ്ങളും, മുജാഹിദുകൾ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടുന്ന മഹാസംഗമങ്ങളാണ് ഫാമിലി കോൺഫറൻസ്. ഇപ്പൊ ഈ ചെറിയ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് ക്ലാസ് വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പുകളിലെ കുട്ടികൾക്ക് ഈ സമ്മറീസ് തന്നെ ക്ലാസ് ഉണ്ട്. അതേപോലെ തന്നെ വിഷൻ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ക്യാമ്പുകളുണ്ട്. വ്യത്യസ്തങ്ങളായ ക്യാമ്പുകളും പരിപാടികളും കുട്ടികളുണ്ട്. ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുണ്ട്, ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുണ്ട്, അധ്യാപകന്മാർക്ക് വേണ്ടി അധ്യാപക സമ്മേളനം മഞ്ചേരി നടന്നു. എല്ലാവരെയും ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ അംഗമാകുക. ഈ നേർവഴി പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിരന്തരം കേൾക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ അൽ ഇജാബ റേഡിയോയിൽ നിങ്ങൾക്ക് തന്നെ വോയിസ് ഇട്ട് ചോദിക്കാം. അതിന്റെ മറുപടി അവിടുന്ന് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ ഫാമിലി കൗൺസിൽ ലൈവ് കൗൺസിലിംഗ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും കുറേ മാസങ്ങളായി നമ്മൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പം തന്നെ മറുപടി കൊടുക്കുന്നു റേഡിയോയിൽ ലൈവായിക്കൊണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 8:45. അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമുക്കുണ്ട്. അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുക. അതിൻ്റെയൊക്കെ സംഘാടകർ നിങ്ങളാകുക. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഒരു പ്രസംഗം കേട്ടുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. 1 മണിക്കൂറിലധികമായി എനിക്ക് പറയാനുള്ളത് ദീന് കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ നാട് ഒട്ടനവധി മാറി. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും മാറണം സുഹൃത്ത്. നമ്മളൊക്കെ മാറണം. ആ മാറ്റത്തിന് നമ്മൾ മുന്നിൽ നിൽക്കണം. അതോടൊപ്പം നമ്മൾ എവിടെയാണോ നമുക്ക് അപാകതയുള്ളത് അതിനെ പരിഹരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കഠിനമായ ചൂടാണ്. ചൂടിന് കൂലി ഉണ്ടാവും. ചൂട് അനുഭവിക്കുമ്പോൾ അതിന് അള്ളാഹു നമുക്ക് കൂലി തരും. ഒരു വിശ്വാസി എന്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഒരു കൂലി കിട്ടും. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. വേനൽക്കാലമാണെങ്കിലും ഒരു വേനൽ മഴയ്ക്ക് വേണ്ടി അള്ളാഹുമ്മ അഗീസ്നാ ഗൈസൻ മുഗീസ, അള്ളാഹുവേ സമൃദ്ധമായ മഴ തരണേ എന്നാണ്. ഭയങ്കരമായ ഒരു കുട്ടികൾ പുറത്തിറങ്ങരുത്, അവർക്ക് അത്തരത്തിലുള്ള വെക്കേഷൻ ക്ലാസ്സുകളൊന്നും സ്കൂളിൽ വേണ്ട എന്നൊക്കെ പറയാൻ മാത്രം 2 ആളുകൾ ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പത്രത്തിൽ കാണുന്നു. ഒക്കെ അതിശക്തമായ ചൂട്. നമ്മളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷെ അതോടൊപ്പം നമ്മുടെ ഉപജീവനങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകേണ്ടി വരും. പരമാവധി നേരത്തെ ആക്കാൻ ശ്രമിക്കുക. കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ കരുതി അത് കുടിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായി സാധാരണ ഉള്ളതിന് വ്യത്യസ്തമായി വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാം. നല്ല വെയിലുള്ള സമയങ്ങളിൽ വെയിലത്ത് ഇറങ്ങാതിരിക്കാൻ നോക്കുക. ജോലികളെ കുറച്ച് നേരത്തെയാക്കി നിർവഹിച്ച് മടങ്ങാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അള്ളാഹു നമുക്ക് സമൃദ്ധമായ മഴ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ചൂടിൻ്റെ എല്ലാ കെടുതികളിൽ നിന്നും അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് പുറത്തു തന്ന് നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. അള്ളാഹുമ്മ അഗീസ്നാ ഗൈസൻ മുഗീസ, അള്ളാഹുമ്മ അഗീസ്നാ ഗൈസൻ മുഗീസ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കിത്തന്നെ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം. ഇത്തരം ദീനി പ്രവർത്തനങ്ങൾ പൂർണ്ണമായ പ്രതിഫലത്തോടെ ഞങ്ങൾ ഇന്ന് കബൂൽ ചെയ്യണമെങ്കിൽ ദീനിൻ്റെ അറിവുകൾ ഞങ്ങൾ നീ വർദ്ധിപ്പിച്ചിടണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുറുമത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മരണത്തിലും പരലോകത്തിലും ഖബറിലും എല്ലാം ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ